കുഞ്ഞുനാളിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്നോ സാർ? ഇല്ല മേഡം, ഞാൻ രാഷ്ട്രീയം ഈ കോളേജ് തേവര കോളേജ് പഠിക്കാൻ ചെന്നപ്പോൾ അതിന് മുമ്പ് കാഴ്ചപ്പാടുണ്ടായത് ഇങ്ങനെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടൊന്നും ബന്ധമില്ല. പിന്നെ ഈ കേരള കോൺഗ്രസ് ജോർജ് സാർ ഇങ്ങനെ എൻ്റെ നിയമത്തെ MLA ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് താമസിക്കും. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരുന്നു താമസിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരു സ്നേഹവും ബഹുമാനമാണ് ഇങ്ങനെ കേരള കോൺഗ്രസ് ചിന്തയുണ്ടാക്കിയത്. അല്ലെങ്കിൽ സാർ എന്നായിരുന്നു കുഞ്ഞുനാളിലെ ലക്ഷ്യം? ബോഡി വോണ്ട് ബിക്കം എന്നായിരുന്നു? എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ല. നീ ചുമ്മാ സൂചി ജീവിക്കുക, അത്ര ഉള്ള അന്ന് അത്ര ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യം ആയിരുന്നു എനിക്ക്. പിന്നെ എന്തോ ഇങ്ങനെ അതൊക്കെ ഓരോ ദൈവനിശ്ചയമല്ലേ, അതിനകത്ത് കൊണ്ട് വിട്ടു. ഞാൻ ദുഃഖിതനല്ല, തീർച്ചയായിട്ടും സംതൃപ്തനാണ്. കോളേജിലെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? കോളേജ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. KSC കേരള വിദ്യാർത്ഥി കോൺഗ്രസ്. അപ്പം അതൊക്കെ തീർന്ന് ഈ മാണിയും ജോസഫ് എല്ലാം കൂടെ കളിച്ച് അതൊക്കെ തീർന്നു പോയി. ഇപ്പോൾ കോളേജിലൊന്നും KSC ഒന്നും ഇല്ല. പിന്നെ അന്ന് ഞാൻ ഓർക്കുക 71 നിന്ന് MSനായിട്ട് മത്സരം KSUവും KSCയും തമ്മിൽ യൂണിവേഴ്സിറ്റി മത്സരം. അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും ഇല്ലാത്ത സമയത്താണ് 3 വോട്ടിനാണ് KSC തോറ്റത്. മനസ്സിലാക്കണം, അത്രയും വലിയ സംഘടനയായിരുന്നു KSC കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന. പിന്നെ 75 കൊല്ലം മാണിയും ജോറയും ജോസഫും എല്ലാം കൂടെ കളിച്ച് ഈ പരിപാടി ഇത് ഒരിടത്തും ഇല്ല. കാർഷിക മേഖലയുടെ സമുദ്ധാരണത്തിൽ എപ്പോഴും കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ കക്ഷി ആവശ്യമാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. തീർച്ചയായും മലയോര മേഖല കർഷകൻ്റെ പ്രശ്നമുണ്ട്, റബ്ബറിൻ്റെ പരിഗണിയുമുണ്ട്. ഇതിലൊക്കെ മാണി നീതി ചെയ്യുന്നില്ല. ഞാൻ ഒളിച്ചു വെക്കാതെ പറയുക. അതായത് കർഷകന് ഇപ്പോൾ ഭയങ്കര അധിക റബ്ബറിന് ഇന്ന് 104 രൂപ പോലും ഇല്ല. അതായത് 248 രൂപ കഴിഞ്ഞാലും വിലയുണ്ടായി, ഇന്ന് 104 രൂപ ഇല്ല. കർഷകനെ സഹായിക്കും പാക്കേജ് ഉണ്ടെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടി പറയുന്നു, പക്ഷേ അവിടെയും കിട്ടുന്നില്ല. അതിലൊക്കെ ഏറ്റവും സങ്കടം, കൃഷിഭൂമി 1 ഏക്കറിന് 40 രൂപയാണ് ടാക്സ്. മാണി അത് 205 ഇപ്പോൾ ഉയർത്തി. ഒന്ന് ആലോചിക്കണം, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കർഷകരെ വീണ്ടും വെള്ളത്തിലാക്കി. അതിന് മുൻകാല പ്രാബല്യം കൊടുത്തു 1 കൊല്ലത്തിൽ. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം 40 രൂപ അടച്ചവൻ 205-ൽ 40 പോയിട്ട് 165-ഉം 24% പലിശ അടയ്ക്കണം. റബ്ബർ സബ്സിഡി കിട്ടണമെങ്കിൽ 15 അതായത് അടുത്ത വർഷത്തെ ടാക്സ് ഇപ്പോൾ അടയ്ക്കണം. അപ്പോൾ ഒരു 40 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് കർഷകൻ ഈ റബ്ബർ സബ്സിഡി കിട്ടണമെങ്കിൽ 600 രൂപ അടയ്ക്കണം. എന്നിട്ട് കിട്ടുന്നു. ഇതാണ് നില. ശരിക്കും ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു വീട്ടമ്മ നിലയ്ക്ക് ഞാൻ ചോദിക്കാം, ഈ ബഡ്ജറ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒരു 10 റെസിഡൻസിലുള്ള വീട്ടമ്മമാരെ നിർത്തി അവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇത്രയായാലും വീട്ടിലേക്കുള്ള സാധനവും എല്ലാം ഒരു സ്ത്രീ തന്നെയല്ലേ നോക്കുക, അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു ബഡ്ജറ്റ് തീരുമാനിച്ചൂടെ? നമ്മുടെ ബഡ്ജറ്റ് ഞാൻ പറയാം. മാണി തന്നെ 13 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് തന്നെ എത്രയോ മോശമാണ്. ഞാൻ ആ ബഡ്ജറ്റ് മുഴുവൻ വായിച്ചു. രാഷ്ട്രീയത്തിലെ വെറും കള്ളക്കളികളും കൂട്ടിക്കുഴയ്ക്കലും മാത്രമാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. മാണിയുടെ ജീവിതത്തിൽ ഏറ്റവും മോശം ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ കാലങ്ങളെല്ലാം എടുത്തു നോക്കി. ഞാനൊരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്ന് നമ്മുടെ ശിവദാസ് മേനോൻ ഒരു നല്ല ധനകാര്യമന്ത്രിയായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അതിലും കേരളത്തിലെ ജനങ്ങളുടെ കടം കുറച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും നേതൃത്വം കൊടുത്ത ഏറ്റവും മാന്യായ ഒരു ധനകാര്യമന്ത്രി ഇപ്പോഴത്തെ നമ്മുടെ MLA ഐസക്. അത് പറയുമ്പോൾ പലർക്കും ദുഃഖമാണ്. ഞാൻ ഈ ഇടതുപക്ഷ പ്രേമം പറയുന്നതല്ല. ഐസക്കിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് അത്രയും നല്ല ധനകാര്യ മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. ഒരു ഉദാഹരണം പറയാം. 57 മുതൽ 2011 ഈ ഉമ്മൻചാണ്ടി മാണി ഗവൺമെൻറ് ഉണ്ടാകുന്ന സമയം വരെയുള്ള കേരളത്തിൻ്റെ ആകെ കടം എന്ന് പറയും 82,000 കോടി രൂപയാണ് ആകെ കടം ടോട്ടൽ. പക്ഷേ ഇപ്പോൾ ഈ 4.5 കൊല്ലം കൊണ്ട് കടം 77,000 കോടി വർദ്ധിച്ചു. അപ്പോൾ 82-77 കോടിക്ക് അത്രയാണ് ഇപ്പോഴത്തെ കടം. അതായത് ആനിമോൾ ഇപ്പോൾ 1 പൈസ ആരോടും കടം മേടിച്ചില്ലെങ്കിലും 46,700 രൂപ കടക്കാരിയാണ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച കട. മാണിയുടെ 13 ബഡ്ജറ്റിലും ഞാൻ നോക്കിയപ്പോൾ ഉള്ളവന് കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിച്ചതല്ലാതെ ഉള്ളവനിൽ നിന്ന് നികുതി കൂടുതൽ വരുത്തിയില്ല, ഇല്ലാത്തതിന് ഞെക്കി പിഴിയുകയും ചെയ്യും. ഇതാണ് എൻ്റെ തർക്കവും തന്നെ. അതാണ് മാണി ഞാനുമായിട്ട് തർക്കം. പക്ഷെ പുറത്ത് പറയുന്ന മറ്റു പല കാര്യങ്ങളും മാണിക്ക് പറയാം. പക്ഷെ ഞാനിത് പറയുമ്പോൾ മാണി അങ്ങനെ പറയുന്നത് അത്രോ. ഇതാണ് സത്യം. ശരിക്കും അതങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരുപാട് കഷ്ടം തന്നെയല്ലേ? അതെ, തീർച്ചയായും. ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയട്ടെ. അതെ, ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു വേണം ശരിക്കും ഒരു നേതാവ്. നമ്മളിപ്പോൾ ആര് തന്നെ പറഞ്ഞു, അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഇതിൻ്റെ എല്ലാം പേര്. മീൻ ഇപ്പം മേടിക്കാൻ ചെന്ന എന്താ വില? അതെ, ആ മത്സ്യത്തൊഴിലാളിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? അതും കൂടെ ആലോചിച്ചോളൂ. അവിടാണ് ഇവിടെ ഉള്ളി. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തക്കാളിക്ക
ഇവിടെ 40 രൂപ വരെ 2 രൂപയ്ക്കാണ് തമിഴ്നാട്ടിൽ മിനിങ്ങാൻ വിറ്റത്. 2 രൂപയ്ക്ക് പോലും മിനിങ്ങാന്ന് തക്കാളിക്ക വേണ്ട തമിഴ്നാട്ടിൽ. അതിവിടെ 40 രൂപ വരെ മേടിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരു ഗവൺമെൻറ്? അതെ, ശരിയാ സർ. അത് ഞാൻ സാറിനോട് യോജിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് സാറിന് പറയുമ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഈ ഓണത്തിന്റെ സമയത്തൊക്കെ ഞാനും ചന്തയിൽ പോയി പച്ചക്കറി മേടിക്കുമ്പോൾ ഇതുവരെ വാങ്ങിക്കാത്ത വിലകളാണ് ഞങ്ങൾ അന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എടുത്ത് ചോദിച്ചത്. അതായത് പറയാം, പൊതുവിതരണ മേഖലയിൽ ഇടപെടലുകൾ ഗവൺമെൻറ് ഉണ്ടാകും. പൊതുവിതരണ മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തിയ ഏറ്റവും നല്ല മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന് ചന്ദ്രശേഖരൻ നായർ CPI, 2 TN ജേക്കബ് ഇപ്പോഴത്തെ മന്ത്രിയുടെ അപ്പൻ. ഏറ്റവും മോശം ആരാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ മുഴുവൻ അഴിമതിയായി, അതാണ് മുഴുവൻ കച്ചവടമാണ്. ഞാനിപ്പോൾ ജേക്കബിൻ്റെ മകൻ ഉൾപ്പെടെ ഉള്ളവർ, അവൻ്റെ അമ്മ ഡെയ്സി പെങ്ങളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങളും ഒക്കെയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പൊതുവിതരണ മേഖല ഇതുപോലെ കൊള്ള നടന്ന ഒരു കാലഘട്ടം ആരാണ് എന്നുള്ളത് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അതിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടി അറിയാതെ ഒരു ഈച്ച പോലും കേരളത്തിൽ പറക്കുന്നില്ല, എന്നെ വിശ്വസിച്ചു. അതാണ് സത്യം. പക്ഷെ ദയനീയമാണ്. പിന്നെ ഒരു അദാനി ഒരു 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 വിഴിഞ്ഞും ഒക്കെ കൊണ്ടുവന്ന് ജനങ്ങളുടെ കയ്യടി വാങ്ങാം. ഉദാഹരണം, വിഴിഞ്ഞം പദ്ധതി വന്നു, 7200 കോടി രൂപയുടെ പദ്ധതിയാണ്. അദാനിക്ക് 5 പൈസ മുടക്കില്ല. കേരള സർക്കാർ 2200 കോടി രൂപ കൊടുക്കണം, കേന്ദ്ര സർക്കാർ 900 കോടി കൊടുക്കണം. ബാക്കി 4000 കോടി രൂപ അദാനി മുടക്കണം. അദാനിക്ക് പൊതുമേഖലാ ബാങ്ക് ചുമ്മാ കൊടുക്കുക കടം. ഇവിടെ വിഴിഞ്ഞത്ത് പദ്ധതി ഉണ്ടാക്കി അവിടെ നിന്ന് എടുക്കുന്ന ലാഭം കൊണ്ട് കടം തീർത്തേക്കും അദാനി. അതായത് നമുക്ക് 1% കിട്ടുന്ന 42 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ 3,21,00,000 ജനത്തിന് ഒരു ചുക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും അദാനിയെ പോഴ്ത്തുന്നു, ഉമ്മൻചാണ്ടിയെ പോഴ്ത്തുന്നു. വിഴിഞ്ഞം പറഞ്ഞു, വിഴിഞ്ഞം വന്നിട്ട് നമുക്കെന്ത് ലാഭം? കേരളത്തിന് എന്ത് ലാഭം? ഒന്നുമില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി മാറേണ്ട വിഴിഞ്ഞം പദ്ധതി അദാനി എന്നൊരു കുടുംബത്തിന് തീരെഴുതി കൊടുത്തിരിക്കും. ഇതാണ് സത്യം. ഇതാരന്വേഷിക്കുന്നു? അദാനി 1 കൊല്ലത്തിനകം 10 പണി തുടങ്ങും. അപ്പോൾ ഇവിടെ കൈയടിക്കുക. 1 കൊല്ലത്തിന് പണി തുടങ്ങുന്ന അയാളുടെ ആവശ്യമാണ്. അത്രയും നേരത്തെ കേരളത്തെ ചൂഷണം ചെയ്യാൻ കേരളം ഡെവലപ്പ് ആവും എന്നൊക്കെ. എന്ത് ഡെവലപ്മെന്റ്? എൻ്റെ ചോദ്യം അതാ, എന്ത് ഡെവലപ്മെന്റ്? അദാനി കൊണ്ടുവന്നിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതി കൊണ്ട് അദാനിക്കല്ല ലാഭം. അത് കിട്ടാൻ പോകുന്ന 43 കൊല്ലം കഴിഞ്ഞ് 1% നമുക്ക് 26% കൊണ്ട് തീർന്നു. ഇത് പറയാൻ ഇവിടെ രാഷ്ട്രീയക്കാരില്ല. കാരണം അദാനിയുടെ അടിമകളാണ് കേരളം. അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനത എല്ലാവർക്കും ചൂഷണമായി മാറുകയാണ്. നമ്മളെ ചൂഷണം ചെയ്തു. അപ്പോൾ സാർ അതിനുവേണ്ടി ഒന്ന് റിയാക്ട് ചെയ്യുന്നു. ഞാൻ റിയാക്ട് ചെയ്തിട്ട് ആര് കേൾക്കാൻ, ആര് പറയാമെന്നല്ലേ ഉള്ളൂ. എനിക്കിട്ട് ഓടിച്ചിട്ട് അടിയല്ലേ കിട്ടുന്നത്. ഞാൻ പിന്നെ അതൊക്കെ മേടിച്ചിങ്ങനെ നടക്കുക. പക്ഷേ ഒരു സംശയം വേണ്ട, അധികം താമസിയാതെ കേരളത്തിലൊക്കെ ഇതിനെതിരായ ശക്തമായ പ്രതിരോധം ഉയർന്നു വരുന്നു.